സ്വരാജ് റൗണ്ടിലേക്ക് പ്രധാനമന്ത്രി എത്തിയോ? വാഹന റാലി ആരംഭിച്ചോ? വിവരങ്ങൾ. അല്പസമയത്തിനുള്ളിൽ BJP പ്രവർത്തകർക്ക് ആവേശമുയർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരും. അദ്ദേഹം ഇതിനോടകം തന്നെ ഹെലികോപ്റ്റർ ഇറങ്ങി റോഡ് മാർഗം യാത്ര ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സ്വരാജ് റൗണ്ടിൽ അതിന് ചുറ്റുമായി ഏതാണ്ട് 900 മീറ്റർ ദൂരത്തിലാണ് അദ്ദേഹത്തിന്റെ യാത്ര ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാവിലെ ഏതാണ്ട് 7 മണി മുതൽ ഇവിടെ കാത്തുനിൽക്കുന്ന ആളുകളെ നമ്മൾ കണ്ടതാണ്. കാത്തുനിൽക്കുന്ന BJP പ്രവർത്തകരെ കണ്ടതാണ്. അത് കേവലം പാലക്കാടോ തൃശൂരോ എറണാകുളമോ മാത്രമല്ല, കോഴിക്കോട് കാസർഗോഡ് നിന്നടക്കം നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി BJP പ്രവർത്തകരോട് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ട കാഴ്ചയാണ്. ഈ തിങ്ങി നിൽക്കുന്ന ജനക്കൂട്ടം തന്നെ എന്തുമാത്രം ആവേശം BJPക്ക് തൃശൂരിലും പാലക്കാട്ടും പ്രധാനമന്ത്രിയുടെ വരവ് പകർന്നു നൽകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഈ സ്വരാജ് റൗണ്ടിലെ തന്നെ മുനിസിപ്പൽ റോഡ്, മണികണ്ഠനാൽ, നടുവിലാൽ, നായിക്കനാൽ വഴി ബിനി ജംഗ്ഷനിലെത്തി സമാപിക്കും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ റോഡ് ഷോയുടെ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂറിൽ താഴെ മാത്രമായിരിക്കും ആ റോഡ് ഷോ ഉണ്ടാവുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം നരേന്ദ്രമോദി ഇവിടുത്തെ NDA സ്ഥാനാർത്ഥികളെ അടക്കം കാണുന്ന ഒരു പരിപാടി ഉണ്ട്. പക്ഷെ അത് ഔദ്യോഗികമായി എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നുള്ള കാര്യം അറിയില്ല. കാരണം ഇതിനോടകം തന്നെ സമയക്കുറവടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. അതായത് ജില്ലയിലെ NDA സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. 50,000-ലധികം ആളുകൾ ഈ റോഡ് ഷോയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും BJPയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ A-ക്ലാസ് മണ്ഡലങ്ങളിൽ ഇപ്പോൾ പാലക്കാടും തൃശൂരും ഒക്കെ വന്നിട്ടുണ്ട്. നേരത്തെ അത് നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും മഞ്ചേശ്വരവും അടക്കമുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ അത് അങ്ങനെയല്ല. പാലക്കാടും തൃശൂരും വളരെ പ്രധാനപ്പെട്ട അവരുടെ സ്ഥാനാർത്ഥികളെ, നേതാക്കളെ നിർത്തിക്കൊണ്ട്, അതിൽ പാലക്കാട് നമുക്കറിയാം ശോഭാ സുരേന്ദ്രനാണ്. തൃശൂരിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല, പത്മജ വേണുഗോപാലാണ്. തൃശൂർ BJPയെ സംബന്ധിച്ച് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി മാറുക കൂടി ചെയ്യും. കാരണം അവർക്ക് ലോക്സഭയിലേക്ക് ആദ്യ എൻട്രി കിട്ടുന്നത് തൃശൂർ വഴിയാണ്. അപ്പുറത്തേക്ക് നിയമസഭയിലേക്ക് നിയമം സമ്മാനിച്ചെങ്കിൽ ലോക്സഭ സമ്മാനിച്ചത് തൃശൂരാണ്. ആ ജനാധിപത്യ ബോധം തൃശൂരിലെ ആളുകൾ വീണ്ടും ആവർത്തിക്കുമെന്ന് നേതാക്കളടക്കം അവരുടെ പ്രസംഗത്തിൽ ആവർത്തിച്ച് പറയുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. എന്നാലും കൂടുതൽ ആളുകൾ BJP പ്രവർത്തകർ ഇവിടെ ഉണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഈ എവിടുന്ന് വരിക? കൊടുങ്ങല്ലൂർ. മോദിയെ കാണാൻ എത്തിയതാണ്. ഇത്തവണ തൃശൂർ എടുക്കുമോ? തൃശ്ശൂർ എടുക്കും. അമ്മ എവിടുന്നാ വരുന്നത്? മോദിയെ കാണാൻ വന്നയാ? അതെ. വലിയ ഇഷ്ടമാണോ? അതെ. ഇത്തവണ BJP എടുക്കോ? കേരളം എടുക്കോ? എടുക്കണം. ആവേശമുണ്ടോ? ആവേശമുണ്ട്. എവിടുന്നാ വരുന്നത്? അമ്മ എവിടുന്നാ വരുന്നത്? കാട്ടൂര്. എങ്ങനെയുള്ള തൃശ്ശൂരിൽ എങ്ങനെയാ മോദി വരുമ്പോ ഇളക്കി മറിക്കുവോ? അടിപൊളിയാക്കും. കളറാക്കും. ഏതായാലും അതാണ് ഈ പ്രവർത്തകരുടെ കേരളത്തിൽ പല സ്ഥലത്തും മൊത്തം ചലനം ഉണ്ടാക്കും. സീറ്റ് 16 സീറ്റിന് 12 സീറ്റാണ്. ഉറപ്പാണ്. തൃശ്ശൂരും പാലക്കാട് എടുക്കും. അത് ഉറപ്പ്. ഏതായാലും ഇതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ പ്രവർത്തകരുണ്ട്. ചേട്ടാ, എവിടുന്ന വരുന്നത്? ഞാൻ ചാലക്കുടി. എങ്ങനെയുണ്ട്? ആവേശം കൂടുതലാണോ? ഈ തവണ കേരളം BJP പിടിക്കും, ഒരു സംശയമുണ്ടാ കാര്യത്തിൽ. കാരണം ജനങ്ങളത് ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ ഭരണം അത്ര വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷത്തിന് ആ ഭരണത്തെ പ്രതിരോധിക്കുവാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുവാനോ ആ കാര്യങ്ങളിലേക്ക് പ്രതിപക്ഷത്തിന് ഇടപെടാൻ കഴിയുന്നില്ല. ഭരണം വലിയ പ്രതിസന്ധിയിലാണ്. ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ പ്രതീക്ഷ ദേശീയ ജനാധിപത്യ സഖ്യത്തില്ല. അതുകൊണ്ട് പ്രതീക്ഷ വെച്ചിരിക്കുകയാണ്. അതായത് ഇതാണ് ഒരു പ്രവർത്തകന്റെ വാക്കാര്യത്തിലെ രാഷ്ട്രീയ വിശകലനമാണ് നമ്മൾ കേട്ടത്. ആ രീതിയിൽ പ്രവർത്തകർ ആവേശത്തിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. അതായത് ഈ സ്വരാജ് റൗണ്ടിൽ ഏതാണ്ട് 900 മീറ്റർ അതിനപ്പുറത്തേക്കൊക്കെ ആളുകൾ വന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. 2500 പോലീസ് സേനാ വിന്യാസം ഇതിനോടകം തന്നെ നടത്തിയിട്ടാണ് മോദിയെ സ്വീകരിക്കാൻ തൃശൂർ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ മോദി തൃശൂരിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കും. ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.